വലിയങ്ങാടിയിലെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നേരത്തെ കണ്ടെത്തിയതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ 2024 റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇത് 26 2024 തന്നെ അപകടകരമായ അവസ്ഥയിലാണ് ഈ കെട്ടിടമെന്ന റിപ്പോർട്ട് ഉണ്ടായിട്ടുമാണ് ഈ അനാസ്ഥ കാട്ടിയത്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും കടമുറികൾ ലേലയോഗ്യമല്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകുന്നു. ഷഹീദ്, അപ്പോൾ വരുത്തി വച്ചത് തന്നെ ആ 4 മനുഷ്യജീവനുകൾ നമ്മൾ തന്നെ കൊലയ്ക്ക് കൊടുത്ത അവസ്ഥ എന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. 2024 തന്നെ ലേലയോഗ്യമല്ല എന്ന് പറഞ്ഞ കെട്ടിടത്തിൽ വീണ്ടും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഗോഡൌൺ പ്രവർത്തനം ആരംഭിക്കുന്നു. നിലവിലുള്ള കടകൾ അവിടെ തുടരുന്നു. അപ്പോൾ എത്ര ഒരു അലംഭാവമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഇത് വിഷയം തീർച്ചയായും വലിയങ്ങാടിയിലെ ആ കെട്ടിടം, അപകടാവസ്ഥയിലായ കെട്ടിടം, അത് തകർന്ന് 4 പേർ മരിക്കാനിടയായ സംഭവത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും വലിയ അനാസ്ഥ, കൃത്യവിലോപം ഉണ്ടായെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2024 ഒക്ടോബർ 30 കോർപ്പറേഷന് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം അവിടെ പരിശോധന നടത്തി കോർപ്പറേഷൻ അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രധാനമായും റവന്യൂ, ധനകാര്യ വകുപ്പുകൾക്കാണ് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം നിലവിൽ അപകടാവസ്ഥയിലാണ്, അതുകൊണ്ട് തന്നെ അത് ലേലയോഗ്യമല്ല എന്ന് വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൽ എഞ്ചിനീയറിംഗ് വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ധനകാര്യ വകുപ്പിനും റവന്യൂ വകുപ്പിനും റിപ്പോർട്ട് നൽകി. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ആ റിപ്പോർട്ട് പോയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അടിയന്തരമായി അവിടെയുള്ള ഈ ലേല നടപടികൾ നിർത്തിവെക്കാനോ അവിടെ കടമുറികൾ ഒഴിപ്പിക്കാനോ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. അതായത് അവിടെയുള്ള നിലവിലുള്ള വ്യാപാരികൾ എല്ലാ വർഷവും ലൈസൻസ് പുതുക്കേണ്ടതുണ്ട്. അങ്ങനെ ലൈസൻസ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ലേല നടപടികളാണ്. ലേല നടപടികൾ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ലൈസൻസ് പുതുക്കി നൽകാൻ പാടില്ല. പക്ഷെ അവിടെ നിലവിൽ ആളുകൾ കടമുറികൾ പ്രവർത്തിച്ചിരുന്നു. അവർ എല്ലാ മാസവും വാടക നൽകിയിരുന്നു. ലൈസൻസ് അവർക്ക് പുതുക്കി നൽകിയിരുന്നു. അത് ഒഴിപ്പിക്കാനുള്ള ഒരു നോട്ടീസും നൽകിയില്ല എന്ന് ഇന്നലെ വ്യാപാരികൾ വ്യക്തമാക്കിയിരുന്നു. നമുക്കത് അവിടെ ഇന്നലെ അപകട അവസ്ഥയിലെത്താനുള്ള കാരണവും അതാണ്. അവിടെ കടമുറികൾ ഇപ്പോഴും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ റിപ്പോർട്ട് എത്തിയിട്ടും ഒരു നടപടികളും എടുത്തിട്ടില്ല. അപ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, ആരാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് അത് കെട്ടിടം അപകടാവസ്ഥയിലാണ്, പൊളിച്ചു നീക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൊളിച്ചു നീക്കാനുള്ള തീരുമാനമെടുത്ത് കെട്ടിടം എന്നുള്ളതിലുപരിയായി അപകടാവസ്ഥയിലുള്ള കെട്ടിടമാണ്, അതായത് അൺഫിറ്റായ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ എങ്ങനെയാണ് കടമുറികൾ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്, ലൈസൻസ് നൽകിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് അവഗണിച്ചതാണ് ഇപ്പോൾ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെ കടകളും ഗോഡൌണുകളൊക്കെ പ്രവർത്തിക്കാനുള്ള അനുമതി അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ ബിജെപിയുടെ പ്രതിഷേധം ഉണ്ടായപ്പോൾ ബിജെപി നേതാക്കൾ പറയുകയും ചെയ്താണ് ഇതേപോലെ റിപ്പോർട്ടുണ്ട്, അതിനെ മറികടന്നാണ് ഇത്തരം അനുമതി കൊടുത്തത്. അതിൽ വലിയ അഴിമതി അവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ മേയർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേയർ ഈ സംഭവത്തിലാണ് മേയർ ഇനി ശരിക്കും മറുപടി പറയേണ്ടത്, അല്ലേ? തീർച്ചയായും ദിവിഷ്, പലപ്പോഴും ഇപ്പം BJP ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഒരു കൂട്ടുകെട്ടുണ്ട്. അവർ ആണ് ഇത്തരം നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2024 റിപ്പോർട്ട് നൽകി. 2024 റിപ്പോർട്ട് നൽകി നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 2025 ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 22 ഫെബ്രുവരി മാസത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഇതിന്റെ തുടർ നടപടികൾക്കായി ആ റിപ്പോർട്ട് പോയിട്ടുണ്ട്. അതായത് ഈ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്, ഗുരുതരാവസ്ഥയിലാണ്, അപകടാവസ്ഥയിലാണ് കെട്ടുന്നത്, അതുകൊണ്ട് തന്നെ ആ തുടർ നടപടികൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അടിയന്തരമായി അവിടെ കടമുറികൾ ഒഴിപ്പിക്കാനും ഏറ്റവും ചുരുങ്ങിയത് വർഷാവർഷവും ലൈസൻസ് പുതുക്കി നൽകുന്ന നടപടികളെങ്കിലും നിർത്തിവെക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും അവർക്ക് ലൈസൻസ് ലഭിച്ചു. അവിടെയുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഗോഡൌണുകൾക്കും കടമുറികൾക്കും എല്ലാം ലൈസൻസ് ലഭിച്ചിരുന്നു. അവരിൽ നിന്ന് വാടക കോർപ്പറേഷൻ വാങ്ങിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത്, എവിടെയാണത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഗുരുതരമായ കൃത്യവിലോപം, അനാസ്ഥ ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2024 റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. 2024 തന്നെ ആ കെട്ടിടം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത് ലേലയോഗ്യമല്ല, ഇനി അവിടെ പുതിയ കടകൾ അനുവദിക്കാൻ കഴിയില്ല, അത് പ്രവർത്തിക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയിലേക്കാണ് എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ട് 2024 ആ റിപ്പോർട്ട് കിട്ടിയിട്ടും കോർപ്പറേഷൻ എന്ത് ചെയ്തു? അതിനുശേഷവും അവിടെ ശ്രീ ഗണേഷ് എന്നോ മറ്റോ ആണ് പുതിയ കട തുടങ്ങിയത്. ഇന്നലെ ഷഹീദ് തന്നെയാണ് വിവരവും പങ്കുവെച്ചത്.